കടത്തനാട്ട് രാജാവ് പന്തൽപ്പണി നോക്കിയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? കോമ കേമായിരിക്കണ്, പന്തൽപ്പണി ബഹുകേമായിരിക്കണ്, കൈമിടുക്കും മെയ്മിടുക്കും മാത്രമല്ല വാസനാഫലം കൂടി ഉണ്ടല്ലേ. സമ്മതിച്ചിരിക്കണു, സമ്മതിച്ചിരിക്കണൂന്ന്. ആരാത്? എന്താ കാവില് വല്ല പ്രശ്നം ഉണ്ടായോ? നമ്മുടെ തച്ചോളി കൊച്ചമ്പ്രാൻ കൊച്ചമ്പ്രാൻ മതിലൂർ ഗുരുക്കളുമായിട്ട് അംഗം കുറിച്ചു. എന്താ എന്താ അവിടെ ഉണ്ടായത്? കൊള്ളാം. പേരിന് പൊന്നോല, കാഴ്ചക്ക് കുരുത്തോല. പൊൻകുന്തം ചാരും പ്ലാവിനോട് മൺകുന്തം ചാരിയത് ആരാണ്? മയിലിനെ വെടിവെക്കാൻ കൊള്ളാം. ഉദയന, ആളേറെ കൂടിയ കൂട്ടത്തിൽ നീ എന്നെ അപമാനിച്ചു. മയിലിനെ വെടിവെക്കാൻ പൊന്നിയത്തേക്ക് വന്നോളി. മയിലായി ഞാൻ ആടി വരാം. ആൺമയിലാണെങ്കിൽ ആടി തെളിയും ഞാൻ, പെൺമയിലാണെങ്കിൽ വാലാട്ടി നിൽക്കും ഞാൻ. അപ്പോൾ നിനക്ക് വെടിവെക്കാം. കളിവാക്കാണോ ഗുരുക്കളെ? അല്ല, മേലിൽ വരുന്നൊരു കുംഭമാസം 9-നും 10-നും 11-നും പൊന്നിയ തങ്കക്കളരിയിൽ വെച്ച് 3 ദിവസത്തെ പൊയ്ത്ത്. എങ്കിൽ അറിഞ്ഞോളിൻ ഗുരുക്കളെ, കൊല്ലത്തിൽ ഓരോ പേരുണ്ടെനിക്ക്, മാസത്തിൽ ഓരോ കുളിയുണ്ടെനിക്ക്. അന്ന് ഞാൻ തീണ്ടാരി അല്ലെങ്കിൽ പെറ്റുകിടന്നില്ലെങ്കിൽ പൂഞ്ചമൂരും കത്തിയുമായിട്ടാണെങ്കിലും ഓതേനൻ പൊന്നിയ തങ്കത്തിനെത്തും. ഇത് സത്യം, സത്യം, സത്യം. അവിടെ നിൽക്ക്. സന്തോഷായില്ലേ? സന്തോഷായില്ലേ നിനക്ക്? മതിലൂർ ഗുരുക്കളുമായിട്ട് കൊത്തിച്ചല്ലോ നീ എന്റെ കുഞ്ഞോതനെ കൊണ്ട്. ഏട്ടാ വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഈ കോമനൂർ ചൊല്ലണത് അങ്ങോട്ട് കേൾക്കുക. എന്താ വയ്യാന്നുണ്ടോ? പണ്ട് ചിണ്ടൻ നമ്പ്യാരുമായി പുത്തരിയംഗം കുറിച്ചെത്തിയ എന്റെ പൊന്നു ചങ്ങാതിയോട് ഓമന്നൂര് പറഞ്ഞു, ആമാടപ്പെട്ടിയുമായി ചിണ്ടൻ നമ്പ്യാരെ ചെന്ന് കണ്ട് മാപ്പിരക്കാൻ. അതനുസരിച്ച് എന്റെ പൊന്നു ചങ്ങാതിക്കുണ്ടായ അനുഭവം ഓർത്തുകൊണ്ട് വേണം പറയാൻ. അതെ, അന്ന് ഈ ഉദയനന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി അപമാനിച്ച് അയച്ചു ചിണ്ടൻ നമ്പ്യാർ. അത് ഓർത്തുകൊണ്ട് പറയുന്നേട്ടാ, ഉദയൻ അനുസരിക്കാം. മതിലൂർ ഗുരുക്കളുമായി മാറ്റുരയ്ക്കുമ്പോ തടയാമായിരുന്നില്ലേ നിനക്ക് എന്റെ കുഞ്ഞോദയനെ? തടയാനോ? ഉറ്റ ചങ്ങാതി ഉദയനൻ പണി തീർത്ത പന്തലിനെ നോക്കി മതിലൂർ ഗുരുക്കൾ മതം തീർത്ത് പരിഹാസം ചൊരിയുന്നത് കേട്ട് പേരിന് പൊന്നോല, കാഴ്ചയ്ക്ക് കുരുത്തോല തുടങ്ങിയ മതിലൂർ ഗുരുക്കളുടെ പരിഹാസം കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ചങ്ങാതി, ഞാൻ പോയി വരാം. എപ്പോൾ വേണമെങ്കിലും യാത്ര പുറപ്പെടാൻ ഈ ചാപ്പൻ ഒരുക്കമാണ്. കുഞ്ഞോദയന, എന്താണ് ഏട്ടാ? ഈയിടെയായി എന്റെ മനസ്സിലൊരു ഭീതി. കാര്യം സാമർത്ഥ്യക്കാരൻ അതിസാമർത്ഥ്യം കാട്ടില്ലെന്ന് ആർക്കാ അറിയാം? ഏട്ടൻ പറഞ്ഞു വരുന്നത്? ചാപ്പന്റെ കാര്യം. മനസ്സ് നിറയെ പകയും പ്രതികാരവുമാണ് അവന്. സാമർത്ഥ്യം കൊണ്ട് പലപ്പോഴും നിന്നെ തുണച്ചിട്ടുള്ള ചാപ്പൻ എന്നെങ്കിലും അതിസാമർത്ഥ്യം കാണിച്ചെന്നിരിക്കും. സൂക്ഷിക്കണം നീ. അതേക്കുറിച്ച് ഏട്ടൻ ഭയക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. ആരാ കുട്ടിമാളു പല്ലക്ക് മൂളുന്നുണ്ടല്ലോ? എന്റെ കുറിപ്പാണെങ്കിൽ പല്ലക്കിൽ വരാറില്ല, ഗുരുക്കളും വരാറില്ല. പിന്നെ ഞാൻ പോയി നോക്കിയിട്ട് വരാൻ തമ്പുരാട്ടി. ആരാ? പരുന്നുകൾ പണിക്കരാ. കുഞ്ഞിതയില്ലേ അകത്ത്? ഉവ്വ്. പരുന്തുങ്കൽ പണിക്കർ കാണാൻ വന്നിരിക്കുന്നു. പരുന്തുങ്കൽ പണിക്കരോ? എന്തിനായിരിക്കും?
ആര്? പണിക്കരോ? കയറി വരൂ. ആ എന്താ ഈ വഴിക്ക്? വഴികൾ പലതും തേടി അലഞ്ഞ പണിക്കര് ഒടുവിലിവിടെ എത്തി. വിശേഷം വല്ലതും? അല്പം വിശേഷമായിട്ട് തന്നെയാ ഈ പണിക്കരിപ്പോടെ വന്നിരിക്കുന്നേ. തച്ചോളിക്കുറിപ്പ് വരാറില്ല ഇവിടെ? ഇതെന്തു ചോദ്യ പണിക്കരെ? തച്ചോളിക്കുറിപ്പിന് കയ്യെണ്ണയെടുത്തി കുഞ്ഞിത്തേയ്യം മറന്നൊരു കളിയുണ്ടോ? എങ്കിലും 2 നാളായി വന്നിട്ട്. എന്താ പണിക്കരെ കാര്യം? കാര്യമുണ്ട്. തച്ചോളിക്കുറിപ്പിനെ കൊണ്ടല്ല, കയ്യുണ്ണിയിടത്തിൽ കുഞ്ഞിത്തയ്യെ കൊണ്ട്. എന്നെ കൊണ്ടോ? എന്നെ കൊണ്ട് എന്ത് കാര്യ പണിക്കർക്ക്? പറയൂ. പറയാം. തച്ചോളിക്കുറിപ്പ് മതിലൂർ ഗുരുക്കളുമായിട്ട് അംഗം കുറിച്ചിരിക്കുന്ന അറിഞ്ഞിരിക്കുമല്ലോ. അറിഞ്ഞു. അവിടെയാണ് തേയ് എന്നെ സഹായിക്കേണ്ടത്. തച്ചോളിക്കുറിപ്പിന്റെ ഉയിർ കാക്കുന്ന ഉറുക്കും തണ്ടും പൊന്നിയം പൊയ്ത്തിനിറങ്ങും നേരം ആ ഉറുക്കും തണ്ടും കുറുപ്പിന്റെ അരയിൽ ഉണ്ടായിരിക്കരുത്. പണിക്കരെ അലറേണ്ടതേ. കുറുപ്പ് തരുന്നതിന്റെ ഇരട്ടിക്കിരട്ടി സമ്പാദ്യവുമായിട്ടാണ് ഈ പണിക്കരിപ്പ് വന്നിരിക്കുന്നത്. നോക്കിൻ തേയ്ക്ക് ജീവിതകാലം മുഴുവൻ റാണിയായി കഴിയാനുള്ള വക ഇതിനകത്തുണ്ട്. തേയ് ഒന്നുകൊണ്ടും ഭയക്കണ്ട. നോക്കിൻ. ഇത് വേഗം വാ. ആര്? തോട്ടത്തിൽ കേളപ്പൻ നമ്പ്യാരോ? വരണം വരണം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു. പയ്യമ്പിള്ളേ, ഒന്നിങ്ങോട്ട് വരും. ചെല്ലേ, ഞാനിപ്പോ വരാം. പയ്യമ്പള്ളി, പടിപ്പുര കടന്നെത്തുന്ന തമ്പാന്മാരെയും ഗുരുക്കന്മാരെയും വെറ്റില വെച്ച് ആചാരം ചെയ്യാൻ വിട്ടുപോകരുത്. എല്ലാ കാര്യത്തിലും ചന്തുവിന്റെ ഒരു കണ്ണുണ്ടാവണം. ഏത് കാര്യത്തിനും മുഹൂർത്തം നോക്കി വേണം നീങ്ങാൻ. മുഹൂർത്ത ചോറ് വിളമ്പാൻ നേരമായെങ്കിൽ അത് അടക്കട്ടെ. കേളപ്പൻ നമ്പ്യാരെ, മുഹൂർത്ത ചോറിനാൻ രാശിപുരത്ത് നോക്കിയാലോ? അതാണ് നല്ലത്. ആൾക്കാർ ഏറെ കൂടുന്നുണ്ട്. അമ്പുക്കണിയാരെ, രാശിപ്പുരത്ത് എങ്ങനെ? പടനോറ്റിരിക്കും പടനാർക്ക് പടക്കായി പോകേണ്ട സമയമായി. മുഹൂർത്തം ബഹുകേമം. ചോറ് വിളമ്പിക്കോളൂ. അകത്തിരിക്കും നെടുമ്പോയിൽ എമ്മൻ വാര്യരോടും മുഹൂർത്തം ചോദിച്ചറിയണം. വരണം മരിക്കാരെ. എവിടെ നമ്മുടെ ചങ്ങായി? മുഹൂർത്ത ചോറിനിരുന്നു. അതെ അതെ അതെ.
ഓ അസ്സലാമലൈക്കും. ഓ പാലാട്ട കുഞ്ഞിക്കോമൻ എന്തേ 90-ാം വീട്ടില് കന്നിയെ കൊണ്ടുവന്നില്ല? കന്നിപ്പോ മാസം തികഞ്ഞു നിൽപ്പാ. ഓ നന്നായി. ആ കോമൻ അങ്ങോട്ട് ചെല്ലും. എന്താ ചെയ്യാ? തമ്പ്ര ആര് പാണനരോ? കൈപ്പള്ളി പാലാട്ടേക്കൊന്നും കാണാറില്ലല്ലോ. പ്രായമായില്ലേ തമ്പ്ര? ഈ കടത്തനാട് വിട്ട് അടിയനെങ്ങോട്ടും പോവാറില്ല. പാണനാർക്ക് പാടി നടക്കാൻ ഉദയനൻ അമ്മാവന്റെ വിശേഷങ്ങൾ തന്നെ ഏറെ ഉണ്ടല്ലോ. പാണനര അങ്ങോട്ട് ചെല്ല്, ഞാനിതാ വരുന്നു. കോമ, ചാപ്പനെ വിളിക്ക്. ഉദയനൻ അമ്മാവൻ വിളിക്കുന്നു. ചങ്ങാതി അന്വേഷിച്ചത്? ചാപ്പ, ഒരു അബദ്ധം പറ്റി. അറിയുന്നത് ഇപ്പോഴാണ്. നാളുകൾക്ക് മുമ്പ് ഞാൻ കയ്യന്നെടുത്തിൽ കുഞ്ഞത്തെയെ കാണാൻ പോയത് ഓർമ്മയുണ്ടോ? ഉവ്വ്. അന്ന് എന്റെ ഉറുക്കം തണ്ട് ഞാൻ അവിടെ മറന്നു. ഉറുക്കം തണ്ടും ചങ്ങാതി മറന്നതോ അതോ തേയി മാറ്റിവെച്ചതോ? എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ചാപ്പൻ ചെന്ന് ഉടനത് വാങ്ങി വരണം. ശരി ചങ്ങാതി, ചാപ്പനത് പുറപ്പെട്ടു കഴിഞ്ഞു. ആരുമില്ല ഇവിടെ? തേയി, കുഞ്ഞിത്തേയി. ആരാ? ഞാൻ ചാപ്പൻ. ചാപ്പനോ? ഏത് ചാപ്പൻ? തണ്ടാശ്ശേരി ചാപ്പൻ. തണ്ടാശ്ശേരി ചാപ്പനോ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. അച്ഛന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ ഓർക്കാൻ കഴിഞ്ഞേക്കും. പറയ്, ഇല്ലെങ്കിൽ വേലി കഴിച്ച് കുലം പറഞ്ഞാലും മതി. ഓ, വേലി ഒത്തില്ലായിരിക്കും.
പിന്നെ ഈ ചാപ്പനെ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? മതി പരിഹസിച്ചത്. ചാപ്പനെ തിരിച്ചറിയാനാണെങ്കിൽ ചാപ്പൻ പറയണത് കേൾക്കിൻ. പുതുപ്പണം വാഴുന്നവരുടെ മകൻ, കടത്തനാടിന്റെ പടനായകൻ, തച്ചോളി തറവാടിലെ ഇളയകുറുപ്പ് ഒതേനക്കുറുപ്പിന്റെ നിഴലാണ് ഞാൻ. നിഴൽ മാത്രം. ചങ്ങാതിയോടൊത്ത് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. തേയിയുടെ കയ്യിൽ നിന്നും സംഭാരം വാങ്ങി കുടിച്ചിട്ടുമുണ്ട്. എന്നിട്ടും തേയ്ക്ക് ചാപ്പനെ അറിയില്ല. ആ, ഇപ്പോഴോർക്കുന്നുണ്ട്. തച്ചോളി ഒതേനക്കുറുപ്പിന്റെ നിഴലായ ചാപ്പൻ. ചാപ്പനിരിക്കെ. ഇരിക്കാൻ നേരമില്ല തേയി. കഴിഞ്ഞ ദിവസം എന്റെ ചങ്ങാതി ഇവിടെ വന്നിരുന്നു. അന്നെന്തേ നിഴലായ ചാപ്പൻ വന്നില്ല? എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നെ കാണാൻ. എനിക്കറിയാം. ഇല്ല, തേയ്ക്കറിയില്ല. ഉറ്റ ചങ്ങാതി ഒതേനക്കുറുപ്പിന്റെ ഉറുക്കും തണ്ടും ഇവിടെയാണുള്ളത്. അത് വാങ്ങിക്കാൻ വന്നവനാണ് ഈ ചാപ്പൻ. ഉറുക്കും തണ്ടുവോ? എന്റെ കയ്യിൽ തന്നയക്കണമത്. അത് ഞാനെങ്ങും കണ്ടില്ല. തേയ്, പൊന്നിയ തങ്കത്തിന് ശങ്കുലി മുഴുങ്ങാറായി. നല്ല വാക്കിന് ഉറുക്കും തണ്ടും നന്ദന് തിരിച്ചയക്കണം. ഇല്ലെങ്കിലോ തൊട്ടുപോകരുത് തന്നെ. ഞാൻ തച്ചോളി ഒതേനക്കുറുപ്പിന്റെ പെണ്ണാണ്. മംഗല്യം അണിയാത്ത പെണ്ണ്. എന്നെ തൊട്ടാൽ പടക്കിറങ്ങുന്ന പടനായരുടെ പെണ്ണിന്റെ മുന്നിലേക്ക് ഒരുത്തൻ കയറി വന്നിട്ട് കയ്യൂക്ക് കാണിക്കുന്നോ? ചാപ്പനാണത്രേ, ചാപ്പൻ. അല്ലാതെ തച്ചോളിക്കുറുപ്പന്മാരുടെ പെങ്ങൾക്ക് പുടവ കൊടുത്തവനൊന്നും അല്ലല്ലോ നീ. തച്ചോളിക്കുറുപ്പന്മാരുടെ രക്തവുമല്ല നിന്റേത്. നിന്റെ കയ്യിൽ ഉറുക്കും തണ്ടും തന്നയച്ചാൽ എന്റെ കുറുപ്പിനത് കൊടുക്കൂ എന്നതിന് എന്താ ഉറപ്പ്? നിന്റെ പുറപ്പാടെന്തെന്ന് എനിക്കറിയാം. പുതുപ്പണം വാഴുന്നവരുടെ മകനാണ് ഞാനെന്ന സത്യം എന്റെ നാവിൽ നിന്നും നിനക്കറിയണം. എന്നിട്ട് തച്ചോളി തറവാടിന് നിനക്ക് ചെളിവാരി എറിയണം. നിനക്ക് അത് ഈ ജന്മം നടക്കില്ല തേയി, നടക്കില്ല. ഇനിയും ചിന്തിച്ചു നിൽക്കാതെ പോണം. നിൽക്കിൻ. ഓ, വെറും കൈയോടെ മടങ്ങിപ്പോവാൻ മടിയുണ്ടാവും. മടിക്കണ്ട. ഇതാ ഇതുകൂടി കൊണ്ടുപോയിക്കൊള്ളി. നിറയെ പൊന്നാണയങ്ങളാ. പൊന്നാണയങ്ങളല്ല, ഉറ്റ ചങ്ങാതിയുടെ പൊന്നേലസാണ് എനിക്ക് ആവശ്യം. പൊന്നേലസിന് പകരം ദാ ചാപ്പന് നിറയെ പൊന്നാണയങ്ങൾ. ഈ തേയ്ക്കുള്ളത് മുഴുവൻ ചാപ്പനുള്ളതാ, തേയ് അടക്കം. അരുത്. തച്ചോളി കുറുപ്പന്മാർ പെൺകൊല ചെയ്യാറില്ല. പുതുപ്പണം വാഴുന്നവരുടെ മകൻ തണ്ടാശ്ശേരി ചാപ്പൻ പെൺകൊല ചെയ്ത് ആ ധർമ്മബോധത്തെ തകർത്തെറിഞ്ഞെന്ന് പറയിപ്പിക്കരുത്. എന്താ വെട്ടാത്തത്? കൈകാൽ മറവിച്ചോ നിന്റെ? ഇല്ല, തച്ചോളി കുറുപ്പന്മാർ പെൺകൊല ചെയ്യാറില്ല. അത് പുതുപ്പണം വാഴുന്നവരുടെ മക്കൾ തച്ചോളിക്കുറുപ്പന്മാരുടെ ധർമ്മബോധം. അതിന് മാക്കത്തിന്റെ മകൻ തണ്ടാശ്ശേരി ചാപ്പൻ എന്തിനു മടിക്കണം? പറയുന്നു. ഉറ്റ ചങ്ങാതിയുടെ പെണ്ണിന് മുന്നിൽ ഈ ചാപ്പൻ നിസ്സഹായൻ. എങ്കിലും കാവിലമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ചങ്ങാതി അംഗം ജയിക്കും. ജയിച്ച ഒരു നാൾ കുറുപ്പിവിടെ വരും. കൂടെ തുണക്കി ചാപ്പനുണ്ടാകും. കരുതിയിരുന്നോളിൻ തേയി, കരുതിയിരുന്നോളിൻ. പട ജയിച്ചാൽ കുറുപ്പ് തിരിച്ചു വരുമെന്ന്. ഇല്ല, പടക്കളം വിട്ട് പുറത്തു വരാൻ കുറുപ്പിന് കഴിയില്ല. കുറുപ്പിന്റെ ജീവൻ ഇന്നെന്റെ കയ്യിലാണ്, ഈ തേയുടെ കയ്യിൽ. അന്ന് ആ രാത്രിയിൽ അരുതേ അരുതേ എന്ന് ഞാൻ കേണപേക്ഷിച്ചിട്ടും ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ പാതിവൃത്യം പിച്ചു ചിന്തി എറിഞ്ഞപ്പോ മായൻകുട്ടിയോ? അവൻ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഉറുക്കുന്നണ്ടായിരിക്കുമെന്ന്. തേയ് പറഞ്ഞ അസലായി. എനിക്ക് പേടിയാവുന്നു. ഒരുപക്ഷെ ഗുരുക്കളെങ്ങാനും തോറ്റാൽ പിന്നെ ഈ ഞാൻ. നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ നടന്ന ദാ ഇത് കണ്ട. പണ്ട് കടത്തനാട്ടിന്റെ പടനായക സ്ഥാനം എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് വേണമെന്നും പറഞ്ഞ് തച്ചോളി തറവാട്ടിൽ കയറി ചെന്ന എന്നെ
തച്ചോളിക്കൂർപ്പന്മാർ ആട്ടിയിറക്കി. അന്ന് അവിടെ നിന്നിറങ്ങി ഈ കമ്മാരൻകുട്ടി മതം മാറി ഇന്ന് മായൻകുട്ടിയായി. പകയുമായി കാത്തിരിക്കുകയാണ് പകരം വീട്ടാൻ. തേ പേടിക്കണ്ട, ഞാനിതാ പൊന്നിയത്തേക്ക് പുറപ്പെടുകയായി. ഒതേന, ആയുധം കയ്യിലെടുക്കാൻ രാശി തെളിഞ്ഞിട്ടും വൈകുന്നത് എന്തിന്? അനുവാദം വാങ്ങിച്ച് ആയുധം കയ്യിലെടുത്തോളിൻ. നാലു കോലവും വാഴും തമ്പാന്മാരെ, ചീനം വീട്ടിൽ തങ്ങൾ വാഴുന്നോരെ, ഞാലിക്കരമേലെ പയ്യമ്പിള്ളി, തോട്ടത്തിൽ കേളപ്പൻ നമ്പ്യാരെ, കൈപ്പുള്ളി പാലാട്ടെ കുഞ്ഞിക്കോമ, തച്ചോളിയോദേനൻ വാളും പരിചയം കയ്യിലെടുക്കട്ടായോ? പൊന്നിയമ്പൊയ്ത്തിൽ എന്റെ ചങ്ങാതിക്ക് തുണയായിരിക്കണേ. ചങ്ങാതിയുടെ ഉയിര് കാക്കുന്ന ഉറുക്കും തണ്ടും ചങ്ങാതിക്കുന്നില്ല. കാവിലമ്മ കുടിയിരിക്കുന്ന ഒരു മനസ്സുണ്ട്. അമ്മ എന്റെ ചങ്ങാതിക്ക് തുണയായിരിക്കണം. ഉറുക്കും തണ്ടുമില്ലാതെ ചങ്ങാതിയെ മുഖം കാണിക്കാൻ ഈ തണ്ടാശ്ശേരിക്കാവില്ല. എന്റെ പൊന്നു ചങ്ങാതി പൊയ്ത്ത് ജയിച്ച് ആരവം കേൾക്കുന്നതുവരെ ഞാനിവിടുന്ന് പോവില്ല. ഈ തിരുനടയിൽ ശയനപ്രദക്ഷിണം നടത്തും ചാപ്പൻ 3 ദിവസവും. ലോകനാർ കാവിലമ്മേ, നീ തന്നെ ശരണം. അമ്മേ, കാത്തുള്ളണേ. ഈ കടത്തനാട്ടിലെ കേളികേട്ട 2 പോരാളികളാണ് ഇന്നിവിടെ അംഗം വെട്ടി തീർപ്പാക്കുന്നത്. കടത്തനാടിന്റെ പഴയ പടനായകനായിരുന്ന മതിലൂർ ഗുരുക്കളും തച്ചോളി ഉദയനനും. ഇന്ന് പൊന്നിയമ്പൊയ്ത്തിന്റെ 3-ാം ദിവസമാണ്. കഴിഞ്ഞ 2 ദിവസം പൊരുതിയിട്ടും നമ്മുടെ പോരാളികൾക്ക് പച്ചമരുന്നിനുള്ള മുറിവ് പോലും പറ്റിയിട്ടില്ല എന്നുള്ളത് നേരെ. ഇന്ന്
ലോകനാർക്കാവിലമ്മേ, നീ എന്റെ ചങ്ങാതിയെ രക്ഷിച്ചു. എന്റെ ചങ്ങാതി അംഗം ജയിച്ചു. അമ്മേ, ഏട്ടാ, എന്നെ ചതിച്ചത് പറയൂ കുഞ്ഞോദേന. തീ ചതിച്ച ചതിയാണ് ഏട്ടാ. കയ്യെണ്ണത്തിൽ തേയോ? അതേട്ടാ, എന്റെ രക്ഷാകവചം. അച്ഛൻ തന്ന ഉറുക്കും തണ്ടും അതില്ലാതെയാണ് ഞാൻ അങ്കത്തട്ടിൽ കയറിയത്. എന്റെ കാവിലമ്മേ, അതെങ്ങനെയാ നഷ്ടപ്പെട്ടത്? കയ്യെണ്ണ എടുത്തു വെച്ച് മറന്നു. അങ്കച്ചമയങ്ങൾ അണിയാൻ നേരത്താണ് ഓർമ്മ വന്നത്. അപ്പോ തന്നെ അത് വാങ്ങിച്ചു വരാൻ ചാപ്പനെ അയക്കുകയും ചെയ്തു. പൊന്നിയും 3 നാൾ കഴിഞ്ഞിട്ടും ചാപ്പൻ വന്നില്ല. സാമർത്ഥ്യക്കാരൻ. അവൻ അതിസാമർത്ഥ്യം കാണിച്ചു അല്ലേ? ചങ്ങാതി, എന്റെ പൊന്നു ചങ്ങാതി. ചാപ്പൻ. ചങ്ങാതി, ഈ ശകുനപ്പിഴയല്ല ചാപ്പ, ശനിപ്പിഴ. അഷ്ടമത്തിൽ വ്യാഴം. ഉറ്റവരും ചതിക്കുമെന്നാണ് പ്രമാണം. ഇത് കണ്ടു നിൽക്കാൻ ഈ ചാപ്പന് കരുത്തില്ല. കരുത്തില്ലാത്തവർ കരുക്കൾ നീക്കരുതായിരുന്നു. കരുക്കൾ നീക്കിയവരുടെ കൈയും തലയും വെട്ടിമാറ്റാൻ ഈ ചാപ്പൻ വാളൂരിയതാണ്. തേയി നീട്ടിയ പൊന്നാണയത്തിന്റെ തിളക്കം കണ്ടപ്പോ ചാപ്പൻ മയങ്ങിപ്പോയല്ലേ? കോപന്നൂരെ. പിന്നെന്താ ചാപ്പ, ഉറുക്കും തണ്ടും വാങ്ങിക്കാൻ പോയ നീ അത് വാങ്ങിച്ച് തിരിച്ചു വന്നില്ല. അത് തേയി തന്നില്ല. ചാപ്പനതിൽ കുറ്റബോധമുണ്ട്. എന്റെ പൊന്നു ചങ്ങാതിക്ക്. ചാപ്പ നിർത്ത്. കുഞ്ഞു തന്നെ വെടിയേറ്റത് നെറ്റിത്തടത്തിലാണ്. ചാപ്പ, ചാപ്പനൊരു കാര്യം ചെയ്യേ. തച്ചോളി മേപ്പയിൽ ചെന്ന് പെണ്ണുങ്ങളെ വാതിലടച്ചകത്താക്ക്. അല്ലെങ്കിൽ ഞാൻ ചെല്ലാൻ നേരം അവര് പയ്യാരം കൂട്ടും. തണ്ടാശ്ശേരി, പുന്നീത്ത് അങ്ക അവസാനിച്ചില്ലേ? അവസാനിച്ചു. അങ്ക അവസാനിച്ചപ്പോ ആരവം കൂട്ടിയത് മതിലൂർക്കാരോ കടത്തനാട്ടുകാരോ? കടത്തനാട്ടുകാര്. അതെ, പൊന്നു ചങ്ങാതി പൊയ്ത്തു ജയിച്ച ആരവം. പൊയ്ത്ത് ജയിച്ചു. ഉണിച്ചാറേ, നിന്റെ കുഞ്ഞാങ്ങളെ പൊയ്ത്ത് ജയിച്ചു. കാവിലമ്മേ, നീ തുണച്ചു. ഉണിച്ചാറേ, നീ വേഗം ദീപങ്ങളെല്ലാം തെളിക്ക്. ആങ്ങളെന്താ നേരത്തെ വന്നത്? അത് ചങ്ങാതി ഉടുത്ത പട്ടുമുണ്ട് നന്നേ ചിതം കിട്ടിരിക്കുന്നു. അതൊന്ന് മാറ്റിയെടുക്കാൻ മറ്റൊരു പട്ടുമുണ്ട് വേണമല്ലേ? ഇപ്പൊ എടുത്തു തരാം. ഇതാണ് സന്ദർഭം. തച്ചോളി മേപ്പയിലെ പെണ്ണുങ്ങളെ വാതിലടച്ച് തഴുതിടാൻ ഇതാണ് സന്ദർഭം.
ചങ്ങാതിയുടെ ആജ്ഞയിൽ അനുസരിക്കാതെ പറ്റുമോ? ചാപ്പനങ്ങളെ വാതിൽ തുറക്ക്, ചാപ്പനങ്ങളെ വാതിൽ തുറക്ക്. കുങ്കിയെടുത്തി വാതിൽ തുറക്കം പറ, വാതിൽ തുറക്ക്. ചാപ്പനങ്ങളെ വാതിൽ തുറക്ക്, ചാപ്പനങ്ങളെ. എന്താണ് അനിയ? ഇളനീര് വെറിയനാണ് എന്റെ അമ്പാടി മോൻ. നമ്മുടെ പടിപ്പുരയ്ക്ക് താഴെയുള്ള തെങ്ങിൻ പറമ്പ് അവന് എന്റെ അമ്പാടി മോന് കൊടുക്കണം. കൊടുക്കാം. കാവലും ചാത്തോത്ത് കുഞ്ഞിക്കുങ്കി അവൾക്കും കൊടുക്കണം അട്ട കടിക്കാത്ത പാടം. ഇല്ലെങ്കിൽ അട്ട കടിക്കുമ്പോ അവൾ എന്നെ ഓർത്ത് കരയും. കൊടുക്കാം, ഞാനെല്ലാം കൊടുക്കാം. കയ്യിന്നെടുത്തിലെ കുഞ്ഞിത്തേ അവൾക്കൊന്നും കൊടുക്കരുത്. എന്റെ അമ്പാടി മോനാളായാൽ ഈ ഉറുക്കൻ തണ്ടിന്റെ കഥ അവനോട് പറയണം. അവനത് വാങ്ങിച്ചോളും. പറയാം. ഈ ചതിവിന്റെ കഥ തീർച്ചയായും ഞാൻ അമ്പാടി മോനോട് പറയും. ചന്തു കോമ എനിക്കുടനെ തച്ചോളി മേപ്പിലെത്തണം. ചങ്ങാതി എല്ലാരെ കൊണ്ടും പറഞ്ഞു. ഈ ചാപ്പനെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നെ കൊണ്ട് എന്ത് പറയാൻ ചാപ്പ? കൊണ്ട് നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ. ചങ്ങാതി ഒറ്റ ചങ്ങാതിയെ ഒറ്റുകൊടുത്ത ചതിയൻ. ചാപ്പനങ്ങളെ വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. വല്യങ്ങളെ ഒന്ന് വാതിൽ തുറക്ക്. എനിക്കെന്റെ പൊന്നാങ്ങളെ കാണണം. വാതിൽ തുറക്ക്. ചാപ്പനങ്ങളെ വാതിൽ തുറക്ക്. വല്യങ്ങളെ ഒന്ന് വാതിൽ തുറക്ക്. എനിക്കെന്റെ അമ്പാടി മോനെ ഒന്ന് കാണണം. ചാപ്പനങ്ങളെ ഒന്ന് വാതിൽ തുറക്ക്. മകളെ അയ്യോ, നാട്ടുകാർ അംഗം ജയിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്തായി കാണുന്നേ? എന്റെ കാവില് പയ്യാനും കൂട്ടരുതെന്ന് പറയൂട്ട. എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അമ്പാടി മോനെ, അച്ഛന്റെ മോൻ. എനിക്ക് വയ്യ. അച്ഛൻ മകളെ
വെടിയൊച്ച കേട്ടാണ് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയേ. അപ്പൊ കണ്ടതെന്താ? നമ്മുടെ തച്ചോളി കൊച്ചമ്പ്രാൻ വെടിയേറ്റ് പെടേണ് പാണനാരെ. പിന്നെ കണ്ടത് മായൻകുട്ടി തോക്കുമായി മറഞ്ഞു നിൽക്കണേ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കുറിമാനം ചേർത്ത് ഒരമ്പങ്ങ് അയച്ചു മായൻകുട്ടിയുടെ നെഞ്ചിലേക്ക്. നീ സുഹൃതം ചെയ്തോനാ. തച്ചോളി കൊച്ചമ്പ്രാനെ ചതിച്ചോനെ കൊല്ലാൻ ഭാഗ്യമുണ്ടായല്ലോ നിനക്ക്. ഇല്ല പാണനാരെ, ഭാഗ്യം ഉണ്ടായില്ല. അടിയനയച്ച അമ്പ് തറക്കണേന് മുന്നേ മായൻകുട്ടി അതാ ഉടലും തലയും വേർപെട്ട് കിടക്കുന്നു. അതേ പാണനാരെ, തണ്ടാശ്ശേരി തമ്പ്രാന്റെ വാൾത്താരിയാലാണ് മായൻകുട്ടി മരിച്ചു വീണത്. നിർത്തേൻ. ആര് പറഞ്ഞു അസംബന്ധം? അടിയനീ കണ്ണോണ്ട് കണ്ടതാ തമ്പ്ര. ആ കണ്ണ് ഞാൻ ചുഴുന്നെടുക്കും. പാണനരെ, പുറത്തെങ്ങാനും താനിത് പാടി നടന്നാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഒളിയൊടി വെച്ചത് മായൻകുട്ടി. മായൻകുട്ടിയെ കൊന്നത് തച്ചോളി മേപ്പയിലെ കുഞ്ഞോതേനൻ. പാടിൻ, നാട്ടാരെയും നാട്ടുകൂട്ടങ്ങളെയും പാടി അറിയിക്കും. അത് എന്താ നാവ് വളയില്ലാന്നുണ്ടോ? അതല്ല, മറന്നുപോയ മടിക്കത്തി എടുക്കാൻ പോയപ്പം കൊച്ചമ്പ്രാന്റെ കയ്യില് ആയുധമുണ്ടായിരുന്നോ എന്നല്ലേ നിന്റെ സംശയം? സംശയം വേണ്ട. മറന്നുപോയ മടിക്കത്തിയുമായി തിരിച്ചു വരുമ്പോ ഒതയൻ ഒളിവെടിയേറ്റു എന്ന് തിരുത്തി പാടണം. പാടിക്കോളിൻ പാണനാരെ, പാടിക്കോളിൻ. വള്ളുവപ്പുലയന്റെ കണ്ണും പാണന്റെ നാക്കും ഈ നാടിന്റേതാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ പാടിൻ പാണനാരെ. തച്ചോള് വലിയ കുറുപ്പ് കോമക്കുറുപ്പിന് തൃപ്തിയാവട്ടെ. ഈ മുറ്റത്ത് ചങ്ങാതിയോടൊപ്പമാണ് ഞാൻ വിദ്യകൾ പഠിച്ചത്. ചങ്ങാതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഒറ്റുകാരണം ചതിയനുമായി. കോമന്നൂരെ, ഈ അവഗണന വേണ്ടായിരുന്നു. തണ്ടാശ്ശേരി ചാപ്പൻ തച്ചോളി ചാപ്പനായി ഇവിടത്തേക്ക് വലിഞ്ഞു കയറി വരില്ല. അമ്പാടി മോനാളായാൽ, അമ്പാടിയും ഞാൻ ചതിയനാണെന്നറിഞ്ഞ പ്രതികാരത്തിന് തുനിഞ്ഞാൽ ഈ വാളും കൊടുത്ത് അവനെ അയക്കണം. ചാപ്പന്റെ തല കൊയ്യാൻ നിരായത്തിനായി ചാപ്പനുണ്ടാവും.